ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ്. ഔഷധം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പനിക്കൂർക്കയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതിനെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ശക്തി നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ ഇലയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ഔഷധശക്തിയെക്കുറിച്ചാണ്. സാധാരണയായിട്ട് ഇന്ത്യൻ ബോറേജ് അല്ലെങ്കിൽ കറ്റർവാഴ കുടുംബത്തിലെ ഒരു സസ്യം എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന ഈ പനിക്കൂർക്ക നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഔഷധമാണ്. ആദ്യം തന്നെ പറയേണ്ടത് പനിക്കൂർക്കയുടെ ഏറ്റവും വലിയ ഗുണം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ്. പനി, ചുമ, കഫക്കെട്ട് ഇതൊക്കെ വന്നാൽ വീട്ടിലുള്ളവർ പനിക്കൂർക്ക ചതച്ചെടുത്ത് അതിൻ്റെ നീര് തേനും ചേർത്ത് കുടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതിന് കാരണം അതിൻ്റെ ഇലകളിലുള്ള തൈലം പോലുള്ള ഘടകങ്ങൾ കഫം ദ്രവീകരിക്കുകയും ശ്വാസം എളുപ്പമാക്കുകയും ചെയ്യുന്നു. ചെറിയ കുട്ടികൾക്ക് വരെ ഇത് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ദഹന സംബന്ധമായ ഗുണങ്ങൾ: വയറുവേദന, അജീർണം, വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പനിക്കൂർക്ക നല്ലൊരു പരിഹാരമാണ്. ഇല ചതച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ വയറിന് വലിയ ആശ്വാസം ലഭിക്കും. നമ്മുടെ നാട്ടിൽ വീട്ടിലുള്ള ഡോക്ടർ എന്ന പോലെയാണ് ഈ സസ്യത്തെ ഉപയോഗിച്ചിരുന്നത്. ഇതും ഒരു കാരണം തന്നെയാണ് അതിന്. പനിക്കൂർക്കയുടെ മറ്റൊരു അത്ഭുതകരമായ ഗുണം അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ സ്വഭാവമാണ്. ചെറിയ മുറിവുകൾ, കീടങ്ങളുടെ കടി, ചൊറിച്ചിൽ തുടങ്ങിയവയൊക്കെ ഈ ഇല ചതച്ച് നേരിട്ട് പുരട്ടിയാൽ വേഗത്തിൽ ഭേദമാകാൻ ഇത് സഹായിക്കും. പ്രകൃതിദത്തമായിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് എന്ന് തന്നെ ഇതിനെ പറയാം. കെമിക്കൽ മരുന്നുകളില്ലാത്ത കാലത്ത് നമ്മുടെ പൂർവികർ ഇതിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അതിൻ്റെ പിന്നെ രഹസ്യം ഇതാണ്: പെട്ടെന്ന് സുഖപ്പെടുത്തും അസുഖങ്ങൾ. ഇതൊക്കെ കൂടാതെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും പനിക്കൂർക്ക വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇലയിലുള്ള വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പനികളും തണുപ്പിനും ഇടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഇനി ഒരു ചെറിയ ടിപ്പ് കൂടെ പറയാം. പനിക്കൂർക്ക ഒരു ചായയാക്കി കുടിക്കാം. ഇല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് കുറച്ച് സമയം വെച്ചാൽ ഒരു ഹെർബൽ ടീയായി മാറും. ഇത് കുടിക്കുന്നത് ശരീരത്തെ ശാന്തമാക്കുകയും തലവേദനയും ക്ഷീണവും കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം മറക്കരുത്: പ്രകൃതിദത്തമെന്ന് പറഞ്ഞാൽ എല്ലാം അതിര് കടന്ന് ഉപയോഗിക്കരുത്. ഏത് ഔഷധവും പോലെ ഇതും ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ഗർഭിണികൾക്കും ദീർഘകാല രോഗമുള്ളവർക്കും ഡോക്ടർ ഉപയോഗം നമ്മൾ തേടണം. അതായത് അവരുടെ ഉപദേശം നമ്മൾ തേടണം. സാരം പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് വളരുന്ന ഒരു ചെറിയ സസ്യമാണ്. അതിലൊന്നാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഗുണങ്ങളും വളരെ വലുതും അത്ഭുതകരവുമാണ്. നമ്മൾ മറന്നുപോയ പൈതൃക ഔഷധങ്ങളെ തിരിച്ചു പിടിച്ചാൽ നമ്മുടെ ആരോഗ്യവും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം രണ്ടും കൂടി നമുക്ക് ശക്തമാക്കാം. ഇത്തരം പ്രകൃതിദത്ത അറിവുകൾക്ക് അറിയാം, പങ്കിടാം, ഉപയോഗിക്കാം. ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു ചെറിയ